മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 1/1/1991 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം. പുണർദം 2-ാം പാദം. ഇടവ ലഗ്നം. ലഗ്നത്തിൽ കുജൻ, 2-ൽ ചന്ദ്രൻ, 3-ൽ ഗുരു കേതു, 4, 5, 6, 7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ സൂര്യൻ ബുധൻ, 9-ൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ, ശനി, രാഹു. 10, 11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകമാണത്. വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല എന്ന കാരണത്താലായിരുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചിരുന്നത്. അപ്പോൾ ആ വിളിച്ച ആളുടെ ധാരണ ശുക്രൻ ശനി കോമ്പിനേഷൻ ഒരുമിച്ച് നിൽക്കുന്നു എന്നതാണ്. വിവാഹം മുടങ്ങുന്നു, അല്ലെങ്കിൽ ഇത്രയും ദീർഘനാളായിട്ടും വിവാഹം നടക്കാത്തതിൻ്റെ കാരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. എന്നാൽ അങ്ങനെയല്ല. അതും ഒരു കാരണമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അവിടെ മറ്റ് ചില പ്രധാന കാര്യങ്ങൾ കൂടെ അതിനോട് ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. ലഗ്നത്തിൽ നിൽക്കുന്ന കുജൻ, ഇടവ ലഗ്നം, ലഗ്നത്തിൽ നിൽക്കുന്ന കുജൻ 5, 6, 7, ലഗ്നാൽ 7, 7-ാം ഭാവാധിപൻ കുജൻ തന്നെയാണ്. പ്രസ്തുത കുജനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അത് 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഉപരി 7-ാം ഭാവാധിപനെ 12-ൽ നിൽക്കുന്ന ഗുളികൻ തൻ്റെ 2ാമത്തെ ദൃഷ്ടി കൊടുക്കുന്നു. ഗുളികൻ്റെ ദൃഷ്ടിയിലാണ് 7-ാം ഭാവാധിപൻ നിൽക്കുന്നത്. വരുന്ന ആലോചനകളെല്ലാം തന്നെ തട്ടിത്തെറിച്ചോ, വൈകിയോ, തർക്കമുണ്ടായോ, തീരെ ചേർന്ന് വരാതെയോ, ചേർന്ന് വന്നാൽ തന്നെ അത് മുടങ്ങിപ്പോകുന്നതായിട്ടോ ഉള്ള അനുഭവങ്ങൾ ധാരാളമായിട്ട് വർഷങ്ങളോളം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള ഒരു ഗ്രഹസ്ഥിതിയാണത്. അതിലേക്ക് വിവാഹകാരക ഗ്രഹമായിട്ടുള്ള ശുക്രൻ ശനിയുടെ ക്ഷേത്രത്തിൽ ശനിയോടൊത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു. പൊതുവേ ശുക്രൻ രാഹുവൊക്കെ ഒരുമിച്ച് ചില അവസ്ഥകളിൽ നിന്ന് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സാധാരണയേക്കാൾ കൂടുതൽ വേഗതയിൽ കല്യാണം നടന്നു പോകുന്ന ധാരാളം ഗ്രഹനിലകളുണ്ട്. അത് നിലനിൽക്കുമോ നിലനിൽക്കുന്നില്ലേ എന്നത് 2ാമത്തെ കാര്യം. പക്ഷേ വിവാഹം എളുപ്പത്തിൽ നടക്കുന്നൊരു കോമ്പിനേഷനാണ് ശുക്രൻ രാഹു. പക്ഷേ അത് ശനിയോടൊത്ത് വർഗോത്തമം ചെയ്താണ് ശുക്രൻ അവിടെ നിൽക്കുന്നത്. വർഗോത്തമം ചെയ്ത ശനിയുമാണ്. അങ്ങനെ ഉള്ളപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടി കൊടുക്കുന്നു. 7-ാം ഭാവാധിപന് ഗുളികൻ 12-ൽ നിന്നുകൊണ്ട് ശക്തമായ തൻ്റെ 2ാമത്തെ ദൃഷ്ടി കൊടുക്കുന്നു. ഇത് രണ്ടും വളരെ ഇഫക്റ്റീവായിട്ടുള്ള, എന്ന് വെച്ചാൽ അറുത്ത് മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഗുളികൻ അവിടെ നടപ്പാക്കിയിരിക്കും. അതല്ല എങ്കിൽ ഇത്രയും ദീർഘകാലം ഒരാൾക്ക് വിവാഹം നടന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? വരുന്നതിനെ തടസ്സം വയ്ക്കുന്ന പ്രക്രിയ ഗുളികൻ അവിടെ ചെയ്തിരിക്കും. ഉപദ്രവിക്കും, എന്ന് വെച്ചാൽ ഇറിറ്റേറ്റ് ചെയ്യും. അക്കാര്യം നടക്കരുത് എന്ന ഒരു ചിന്തയോടുകൂടി തന്നെ ഗുളികൻ അവിടെ തൻ്റെ ആക്രമണം ശക്തമാക്കും. അപ്പം നേരത്തെ കൂട്ടി തന്നെ ഗുളികനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പരിഹാരങ്ങളൊക്കെ എടുത്ത് പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വിവാഹം നടന്നേനെ. പക്ഷേ ഇത് വിവാഹം ഒരല്പം വൈകണമെന്ന ഒരു കാരണം, രീതി ഉള്ള ഒരു ഗ്രഹനിലയാണ്. എന്നാൽ ഇത്രയും വർഷങ്ങളൊക്കെ വൈകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യം തന്നെയാണ്. പിന്നെ അവിടെ 2ാമത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിൽ നിൽക്കുകയും 7-ലേക്ക് ദൃഷ്ടി ചെയ്യുകയും ഗുളികൻ അതിനെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. വിവാഹകാരക ഗ്രഹം വർഗോത്തമം ചെയ്ത് ശനിയോടൊത്ത് രാഹുവിനോടൊത്ത് നിൽക്കുന്നു. എന്നിരുന്നാൽ തന്നെയും 3-ൽ ലഗ്നാൽ 3-ൽ കർക്കടകത്തിൽ ഉച്ചനായി വ്യാഴം നിൽക്കുന്നു. 1, 2, 3, 4, 5 വിവാഹസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്താൽ, കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ കയ്യും മെയ്യും മറന്ന് നടത്തിയാൽ വിവാഹം നടക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതിലെ ഏറ്റവും ക്രൂഷ്യൽ, അതായത് നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7-ലേക്കുള്ള കാലവും വിവാഹം നടന്നിരിക്കും, തീർച്ചയാണ്. പക്ഷെ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ വേണ്ടുന്ന രീതിയിൽ, വേണ്ടുന്ന ചിട്ടയിൽ ചെയ്യുക. എന്നിട്ട് അതിനൊപ്പം തന്നെ അതിനോട് തുല്യമായി ശ്രമങ്ങൾ കൂടെ നടത്തുക. ഇത് രണ്ടും അത്യാവശ്യമാണ്. ഇത് രണ്ടും ഇല്ലാതെയൊന്നും ഇത്തരം വിവാഹങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം ഗ്രഹനിലയിൽ വിവാഹം എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല പൊതുവെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. വിവാഹം കഴിച്ചു വരുന്നയാളിന് ഒരല്പം വാശി, കടുംപിടുത്തം, ദേഷ്യ സ്വഭാവം, അല്പം റഫായിട്ടുള്ള സ്വഭാവം എല്ലാം ഉണ്ടാകാം. വരുന്നയാളിന് വരുമാനവും ഉണ്ടാകാം. ബാങ്കിങ് മേഖല പോലെയുള്ള, അധ്യാപനം പോലെയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റൽ ഫോഴ്സുകളിൽ, പോലീസ് പോലെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുമാവാം. അതിനെല്ലാം ഉള്ള സാധ്യത ഈ ഗ്രഹനിലയിലുണ്ട്. പക്ഷേ അത് ശ്രമിക്കുക, അതിനു വേണ്ടി കൃത്യമായി പരിഹാരങ്ങൾ എടുക്കുക, എന്നിട്ടതിന് ശ്രമിക്കുക.
ശ്രമിച്ചാൽ ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. ഇവിടെ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കേതു ഉണ്ട് എന്നിരുന്നാൽ തന്നെയും ശുക്രൻ, ശനി, രാഹു എല്ലാം ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ തന്നെയും ഒരു പോയിന്റിൽ വ്യാഴം അതിൻ്റെ തനി സ്വഭാവം, ആ പോസിറ്റിവിറ്റി കാണിക്കും. അത് 5ലേക്ക് ദൃഷ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം ചെയ്യുക തന്നെ ചെയ്യും. വിവാഹകാരകനായിട്ടുള്ള ശുക്രനിലേക്കും വ്യാഴത്തിൻ്റെ 7ാമത്തെ ദൃഷ്ടിയുണ്ട്. നല്ലതാണ്, വളരെ നല്ലതാണ്. നമ്മൾ ശ്രമിക്കണം, കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യണം. പിന്നെ ഈ പരിഹാരങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും നമുക്ക് തന്നെ ദോഷകരമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായി ഭവിക്കുന്ന പരിഹാരങ്ങൾ കണിശമായിട്ട് ഒഴിവാക്കുക. ധാരാളം ആളുകൾ അങ്ങനെ വിളിക്കുന്നുണ്ട്. അതിൽ ഗ്രഹങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായി ആ വ്യക്തികൾ തന്നെയാണ് അവരുടെ ജീവിതത്തിലെ വില്ലൻ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ രണ്ടാമതേ വരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഈ പരിഹാരങ്ങളെന്ന് പറഞ്ഞ് ഓരോ ആളുകൾ പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നൊന്ന് പുനർവിചിന്തനം ചെയ്ത് അറിഞ്ഞ ശേഷം അത് ചെയ്യുക. അല്ലെങ്കിൽ നല്ലതിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ മോശമായിട്ട് മാറുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പുണർദമാണ് നക്ഷത്രം. ഗുരുദശയിൽ ജനിച്ചു 2000 വരെ ഗുരു, അതിനുശേഷം ശനി 2019 വരെ, അതിനുശേഷം ബുധൻ 2036 വരെ, ശേഷം 7 കൊല്ലം കേതു, 20 കൊല്ലം ശുക്രൻ, ശേഷം സൂര്യൻ 6 കൊല്ലം, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, 7 കൊല്ലം കുജൻ അഥവാ ചൊവ്വ, ശേഷം രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ നടപ്പ് ദശ ബുധനാണ് 2036 വരെ. അതിൽ തന്നെ ബുധനിൽ ചന്ദ്രനാണ് 20/2/2026 തൊട്ട് 2027 ജൂലൈ 22-ാം തീയതി വരെ ബുധദശയിൽ ചന്ദ്രൻ. എങ്ങനെയുള്ള ബുധൻ? സൂര്യനോടൊത്ത് നിൽക്കുന്ന ബുധനാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ ധനസ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രനാണ്. ബുധൻ ചന്ദ്രൻ അത്ര നല്ല ബന്ധമല്ല. എന്നിരുന്നാൽ തന്നെയും കൃത്യമായിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സമയം തന്നെയാണ്. അത് കൃത്യമായി തന്നെ ചെയ്യുക. അതിനോടൊത്ത് കൃത്യമായി തന്നെ ശ്രമിക്കുക. ഇപ്പോൾ ചില ആളുകളൊക്കെ ഇത്തരം വിവാഹമൊക്കെ വൈകി കഴിഞ്ഞാൽ കുറേ അധികം ശ്രമിച്ചു എന്നിട്ടും നടന്നില്ല. ഇനി നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ അതങ്ങ് വിടും. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഒത്തു വന്നാൽ അത് ജാതകമോ നാളോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ അത് ഓക്കെ പറയുകയും ചെയ്യും. അത് അബദ്ധമായി മാറുകയും ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ലഗ്നത്തിലൊക്കെ കുജൻ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ജാതക പരിശോധന വളരെ അത്യാവശ്യം തന്നെയാണ്. ലഗ്നത്തിലൊക്കെ ശനിയുള്ള ആളുകളെ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിവരം അറിയും. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കുക. അഗ്നിമാരുത യോഗമായിട്ട് മാറും അത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണിശമായിട്ടും ഒഴിവാക്കുക. എടുക്കാൻ പറ്റുന്ന ചേർക്കാൻ പറ്റുന്ന ലഗ്നങ്ങൾ തന്നെ എടുക്കുക. അതുപോലെ തന്നെ 7ാം ഭാവം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശുക്രൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗുളികൻ 7ാം ഭാവാധിപനെ ദൃഷ്ടി ചെയ്ത് വിവാഹാലോചനകളെല്ലാം തന്നെ അറുത്തു മാറ്റുന്ന ഗുളികനെ കൃത്യമായിട്ട് ഒതുക്കുക. അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യുക. അല്പം മുഷിഞ്ഞെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. ഇത്രയും വൈകുകയും ചെയ്തു. പിന്നെ പരിഹാരമെന്ന് പറഞ്ഞ് ചെയ്തു വരുന്ന പല കാര്യങ്ങളും വലിയ അബദ്ധങ്ങളാണ് ഒരുപാട് ആളുകൾ വിളിക്കുന്നത്. അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. അവനവൻ തന്നെ അവനവൻ്റെ വില്ലൻ ആകാതിരിക്കുക. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പെയ്ഡ് കൺസൾട്ടേഷനാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.